പ്രാവിനെ കൂട്ടാൻ വെക്കാൻ പറ്റുമെന്ന് കുഞ്ഞ ചേച്ചി. ഇല്ലട്ടാ ഇങ്ങനെ പോയ നീ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ബാർബിക്യൂ ആക്കുള്ള കറുത്താറാന്ന് തോന്നേ. പെൺപ്രാവ് അങ്ങോട്ട് ജോഡി ആക്കണല്ല. ചേട്ടാ ഈ പ്രാവ് കടിക്കോ? ഏയ് ഇല്ല, പിച്ചോളട്ടാ. പിന്നെ അങ്ങോട്ട് കൊല്ലി. അപ്പൊ നായ കൊത്തൂല്ലേ? എന്റെ ദേവി, ഇനൊന്നും വളർത്തി എളുപ്പല്ലട്ടാ. വിളക്ക് വയ്ക്കാൻ നേരെ ഇപ്പൊ മുളഞ്ഞടാ. പോ ചെല്ലി പോയേ ഓടാ. ഇവന് എപ്പോഴും സംശയ. ഇപ്പം വലുതാകുമ്പോ വലിയ സംശയം ഔട്ടാ. എടാ ഫോണിലെ ചാർജ് എടുക്കില്ല, എനിക്ക് ഗെയിം കളിക്കണം. എന്തിന്റെ സുഖമാണ് എന്റെ അമ്മയുടെ മനസമാനം കളയാനായിട്ട്. കഷ്ടമാണ് നോക്കിയേ. അമ്മ പരീക്ഷ കഴിഞ്ഞില്ലേ, നാളെ റിസൾട്ടും വരും. അവനെ തോക്കാൻ പോണ വിഷയം പഠിക്കണാണ്. ആ കച്ചവർക്ക് മനസ്സിൽ പഠിച്ചാ പോരെ. ഒന്നാമത് വിളക്ക് വെക്കാൻ നേരത്ത് പഠിക്കാൻ പാലടക്ക്. വീട്ടിൽ പോകും. അമ്മേ ദേവി മഹാമായി. രാമ 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 പാഹിമ രാമപാദം ചേരണേ കുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമപാദം ചേരണേ രാമ 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 പാഹിമ രാമ 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 പാഹിമ. അമ്മേ കുഞ്ഞുദേവി മഹാമായേ, എന്നാലും അവന് ഫുള്ള് എപ്പോഴും സുഹൃത്ത് ചതിയായി പോട്ടാ. അവൻ്റെ അച്ഛനൊരു നിരീശ്വരവാദി എന്ന് പറഞ്ഞിട്ടും ദേവി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ സങ്കടം ഉണ്ട് കേട്ടാ. ബാക്കി കാശെടുത്ത പൂരത്തിന് വന്ന് നിർത്തോളട്ടാ. ദേവി ഇനി ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അവൻ്റെ അച്ഛനെ പോലെയൊക്കെ തന്നെയാവും. അതാ ഉണ്ടാവും മോളെ. ദേവി കണ്ടില്ലേ ആളമ്പലത്തിൽ കയറി ചാടിത്തുള്ളി പോണേ. ആരോട് പറയും, ആര് കേക്ക്. वो दम के बारे में है, ये सीखने के बारे में। जो अच्छा नंबर है, अच्छा प्लसमैन है, उसको A+ मिलता है। हाँ ऐसा है, ये दम के बारे में नहीं, ब्लड ബംഗാളികൾ കാര്യമായിട്ട് നോക്കണുണ്ടല്ലോ. ആരാണോ പോസ്റ്റായി ബംഗാളി മുക്കിൽ ഹിന്ദിയിൽ വെച്ച് നന്നായി പണ്ടാരം. അല്ലെങ്കിൽ ബംഗാളികൾ ആദരാഞ്ജലികളെന്ന് വിചാരിച്ചു. ഈ പൊക്ക് ഇതെന്താണ് പുറത്തിറങ്ങിയ അവസ്ഥയിൽ. വെട്ടിയുള്ള തള്ളപ്പിടി തോറ്റ് തൊപ്പിട്ട് വന്നിരിക്കണേ. ഞാൻ ജയിച്ചു. പിന്നെ വടക്കേലപ്പിക്കേ എല്ലാത്തിലും A+. അപ്പൊ നീ തോറ്റാ? വായം പൊളിച്ചങ്ങനെ നിന്ന മേശപ്പുറത്തെ 45 രൂപ ഇരിക്കുന്നുണ്ട്. അതെടുത്ത് കൊണ്ടുപോയി റേഷൻ കടയിൽ പോയിട്ട് അരി മേടിച്ചിട്ട് വാ. ഞണ്ണണങ്ങ പണ്ടാറടക്ക പ്രാവ് കാരണം ആ അരിയൊക്കെ തീർന്നു. ചേച്ചിയുടെ അനിയനാ ഭയങ്കര ബുദ്ധിയാ. ചെള്ളിക്കപ്പട്ടി മാരത്തലയും 3D ഇത് മാങ്ങത്തിൽ നോക്കിയേക്കണ്ട. പോയി ചൂണ്ടറ. എടാ നാണം ഉണ്ടാ നിനക്ക്? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നാടുകൊണ്ട് ഫ്ലെക്സ് വെച്ചേക്കാണ്. പൊക്കിതെന്താ അതിനെന്തേ? ഈ ഫ്ലെക്സേ നിന്റെ അച്ഛനും അമ്മയും കാണാൻ വേണ്ടി വെച്ചിരിക്കണ. അതിന് ഞാൻ 10-ലല്ലോ. ഓ 10-ലാണ്. നീ പ്ലസ് കൊട്ടേക്ക് വരും. എടാ അത് ഈ ജന്മം നടക്കാൻ പോലുള്ള നമ്മുടെ വീട്ടുകാർക്ക് അറിയാം, ഇവന്റെ അച്ഛനും അറിയാം. അപ്പൊ ആള് കാണിച്ച ചതിയല്ലേ ഈ ഫ്ലെക്സ്. പന്നി മന്തിപ്പേ കൊരങ്ങമോറ തെണ്ടി. സമാധാനായ കുറച്ച് എളുപ്പല്ലേ A+ മേടിക്കാൻ? അതിലും ഭേദം വീട്ടിൽ നിന്ന് എഴഞ്ഞിട്ട് സ്കൂളിൽ പോണതാ. കോപ്പടിച്ചുണ്ടാവോ?
ഏയ് ഫുള്ള് കാണാപ്പാടാ. ഇവിടെ മെസ്സി ഒക്കെ 10ാം ക്ലാസ് തോറ്റാണല്ലേ? ഏ അല്ല, അജ്മല് പറഞ്ഞതാ. ആ അതെനക്കറിയില്ലേ. ഞാൻ പോയി ഫ്ലക്സ് എടുത്തോളഞ്ഞാലാ? അത് വേണ്ട, അതൊന്നും അവനെ ഏക്കൂല. നാട് മുഴുവുണ്ട്. അവന്റെ സൈക്കിള് പഞ്ചറാക്കിയാലാ? അത് വേണ്ട, രാജാവായി നിൽക്കണ അവനെ ഏക്കൂലത്. ആ, അവൻ ലവ് ബേർഡ്സിന്റെ കൂടെ ഓർന്നിട്ടാലാ? അത് വേണ്ട, അതൊന്നും ശരിയാവൂല ഒന്നും. അവന്റെ നയനലി വിഷം വെച്ച് കൊന്നാലാ? ദുഷ്ടത്തരം പറയില്ലടാ, അതൊന്നും വേണ്ട. അവനവന്റെ വീട്ടുകാരും നാണങ്ങണം, അത്ര മതി. ദമിൻ ചേച്ചി വരുന്നു. ഈശ്വര, മിനി ചേച്ചി. ഇപ്പൊ ചോദിക്കണ്ട് പാപ്പി എത്ര പ്ലസ് ഉണ്ടെന്ന്. പാപ്പി റിസൾട്ട് വന്നില്ലേ? ആ വന്നു ചേച്ചി. എത്ര പ്ലസ് ഉണ്ട്? ഒന്നുമില്ല ചേച്ചി, പരീക്ഷ സമയത്ത് പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അതൊന്നല്ല, നീ മീൻ്റെയും പ്രാവിൻ്റെ ഒക്കെ പുറകെ നടന്നോണ്ടല്ലേ. ഇനിയെങ്കിലും മര്യാദ പഠിക്കാൻ നോക്കിട്ട് പാപ്പിയെ, അല്ലെങ്കിലേ ഈ പണിക്ക് വേണ്ടി വരും. പണ്ടൊരു ഫ്ലെക്സോട് കാരണം ജീവിക്കാൻ പറ്റണ്ടായി. ഇവിടുന്ന് മാറിക്ക പാപ്പിയെ. അനിയന് ഫുൾ ഹൗസ് കിട്ടിയന്റെ നല്ല പവറിന്റെ മിനി ചേച്ചിയുടെ മുഖത്ത്. പാപ്പ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാനേ ചെറുതായി പോയി, അല്ല അവളെ പ്രേമിച്ച് ചതിച്ചേനെ. അവളുടെ കുടുംബം ഞാൻ നടിച്ചേനെ. മിനി ചേച്ചിനെ ആരെങ്കിലും കൊണ്ട് പ്രേമിപ്പിച്ചാലാ? ആരെക്കൊണ്ട്? നടക്കണ കാര്യം പറയും. അതൊക്കെ നടക്കും. ഒരാളുണ്ട്, ഞാൻ മറന്നിരിക്കായിരുന്നു. എന്റെ ചിറ്റേര മോൻ കുഞ്ഞേട്ടൻ. എപ്പോഴും മുടിയിരുന്ന ആള്. കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാണ് എന്ത് ഭംഗിയാണ് കുഞ്ഞേട്ടാ. അതല്ലേ എല്ലാരും പറയാറുണ്ടാ. അതേ നിനക്ക് ഞാൻ അടുത്തവണ വരുമ്പോ എന്തായാലും നല്ലൊരു ടച്ച് മൊബൈൽ മേടിച്ചാ. നീ കൊറേ നാളായില്ല പറഞ്ഞുള്ള. അതേ ഞാൻ കുറെ നാളായിട്ട് കാര്യം പറഞ്ഞു വിചാരിച്ചിരിക്കുന്നതാ. നിന്റെ വീടിന്റെ ഭാഗത്തേ എനിക്ക് പ്രേമിക്കാൻ പറ്റിയല്ലേ പെൺപിള്ളേരില്ല. ഇപ്പൊ തന്നെ പോയാലോ? എവിടേക്ക്? 5 കിലോമീറ്റർ ഉണ്ട്. നീ ചവിട്ടിക്കോളില്ലേ? വരുമ്പോ നീ ചോട്ടൂലേ? പറ്റില്ല. പാടാ. എന്ത്? ഞാൻ വേണമെങ്കിൽ ചവിട്ടിക്കോ, പകുതി ചവിട്ടൂല. പ്രാവ് മുട്ടയിട്ടാ കുട്ടീനെ തരടാ. അതിനാ ഒരു ജോഡില്ലല്ലോ. അത് ആളിനെ ഇല്ലാന്നിങ്ങനെ പറയുമോ? പെണ്ണ് കേസുണ്ട്, എന്തായാലും ഇല്ലാന്ന് പറയില്ല. ആ നീ കേറ്. നമ്മള് പറയണേല് ആള് മുടിയിലെ ചേർപ്പെടുക്കാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അബീരെ അച്ഛൻ ഫ്ലക്സ് കെട്ടാൻ വന്നപ്പോ തന്നതാ. അവനെ കൊണ്ട് ആദ്യമായിട്ടൊരു ഉപകാരം ഉണ്ടായി. കുഞ്ഞേട്ടന് ഭംഗിയുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ പ്രാന്താ. പാകിസ്ഥാനിൽ വരെ ലൈനുണ്ട് കുഞ്ഞേട്ടന്. പാപ്പി ഉപ്പു സോഡ വാങ്ങടാ, നമുക്ക് 50 അടിക്കാം. എന്റെ കാശില്ല. ഭാഗ്യം വെള്ളുണ്ട്. എടാ എനിക്ക് ഒരു ബുള്ളറ്റ് ഓടിക്കണം. ബുള്ളറ്റ് പോകുമ്പളേ പിന്നീന്ന് ഓടോടെന്ന് പറഞ്ഞാൽ മതി, ബുള്ളറ്റ് ഓടിക്കോളും. ഞാൻ വേണമെങ്കിൽ ചവിട്ടാട്ടാ. വേണ്ടടാ, അതിന്റെ ആവശ്യമില്ല. മോളക്കാണോ? ഇല്ല, ലൈൻ അടിക്കാൻ പോയിണ്ടാവും. വാടാ. കുഴപ്പമില്ല ഉണ്ടായില്ല അവിടെ. ഇനി വരുമ്പോ കുറച്ച് കൊണ്ടുവന്നല്ലോ കേട്ടാ. ആ, ആട് പറ്റണ വീട്ടില് നാളെ പോയിരുന്ന അമ്മ പറയണേ. ആ സൂബിക്ക് ആട്ടുംപാല് ആട്ടുംതാലി ആട്ടിറച്ചിന്ന് ജീവനാ. അവനിത് ഇപ്പൊ തന്നെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. അത്യാവശ്യം ഇല്ലാണ്ടാവും പുറത്തേക്ക് ഇറങ്ങില്ല. ഒരു വട്ടച്ചീർപ്പ്. അയ്യോ, ഇറച്ചടപ്പത്താ. ഞാൻ ഇപ്പൊ വരാം, ചോറിലിട്ട് പോയാൽ മതിട്ടാ. കുഞ്ഞേട്ടൻ വന്നു അങ്ങനെ. ആ കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടന് നല്ലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ? ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു പെഡ സാധനം ലൈൻ അടിക്കാൻ പറ്റിയ എന്റെ കൂട്ടുകാരൻ പാപ്പി. കുഞ്ഞേട്ടൻ നല്ലൊരു സെറ്റപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? സെറ്റപ്പാ. ഞാനപ്പോ എടുക്കാൻ നിർത്തിടാ.
എടാ എൻ്റെ കല്യാണം റെഡിയാടാ. പെണ്ണാണമ്മ വീട്ടുകാർക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടിരിക്കുക. രക്ഷിക്കണം ചേട്ടാ. ആരെ? ആ ചേച്ചിന് ഭംഗിയില്ലാത്ത കാശൂരും പഠിപ്പിച്ചോളും കല്യാണം കഴിക്കാൻ നടക്കുക. അതാ ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ വന്നു. ഫോട്ടോ ഒക്കെ ഉണ്ടോ കയ്യില്? ആ എന്നാ എടുത്തേ. ഇത് നമ്മൾ പെണ്ണാണമ്മ വീട്ടില്ലേ? പറയണ്ട. ഇല്ല ഗുമ്മൊന്നുമില്ലടാ. ആ പിന്നെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ നോക്കാം. അല്ലടാ എനിക്കെന്ത് തരും? 45 ഉറുപ്പ്യ തരാം. എത്ര? 45 ഉറുപ്പ്യ. 45 ഉറുപ്പ്യക്ക് അല്ലേ? 45 ഉറുപ്പ്യക്ക് നീ എന്നെ പോയി കിട്ടിയാൽ മതിട്ടാ. കുഞ്ഞേട്ടാ പ്ലീസ് പ്ലീസ് പ്ലീസ്. സിറ്റുവേഷൻ മോശമായിട്ടേട്ടാ. എടാ ഒരു ലിറ്റർ പെട്രോളിന് എത്ര വില എന്നറിയോ? ചുരുങ്ങിയത് ഒരു 50 ലിറ്റർ പെട്രോൾ എങ്ങനെ വേണം നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെ റൂട്ടാക്കാൻ. പെട്രോളോ? എന്തിന്? കത്തിച്ച് വിളിച്ചാലിരിക്കൂ. ആ വണ്ടി മലം കൊണ്ട് പിന്നാലെ കിടന്ന് നടക്കണ്ടാ. ചേട്ടൻ്റെയൊക്കെ ഭംഗി വെച്ചൊരു 10 ലിറ്റർ പോരേട്ടാ. മോനട്ടാ എന്തിന്? ഒരു 1/2 ലിറ്റർ ഉണ്ട്, ഞാൻ അവളെ വിളിച്ചു. സത്യമായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കറാ. ധൈര്യമായിട്ട് ഇരിക്കറാ. തെണ്ടി തിരിഞ്ഞു വന്നു കാലമാടൻ വെട്ടി വീഴുന്നായി. എവിടെടാ ഇനി? അമ്മേനെ എക്സസൈസ് ചെയ്യിച്ചാലേ ആദ്യം കിട്ടണ ഭണ്ഡാരത്തിലടാന്ന് വഴിപാട് ചെയ്താ ദേവിക്ക്. കഞ്ഞീര് വെള്ളം കുടിക്കാൻ ഒരു മണി അരിയില്ല കുടുംബത്ത്. നിന്റെ പൊറ ഞാൻ പൊളിക്കും. നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ മടര കുത്തിപ്പൊടിച്ച് ഇന്ന് തന്നെ ഞാൻ കാശ് കൊണ്ടുതരാം. മഹാപാപി. കുഞ്ഞേട്ടൻ വരുന്നേ. കുഞ്ഞേട്ടൻ എന്താ ആത്മാർത്ഥയല്ലേ? ആ എന്തോ പ്രശ്നമുണ്ടല്ലോ. ദേമിനി ചേച്ചിനെ കണ്ടപ്പോ ആള് ജീവനും കൊണ്ട് ഓടുന്നു. എന്താണാവോ? ആ കണ്ണും കൂടി വല്ല ഒപ്പിച്ചാ പകയും. നമ്മള് പോകുന്നതിന് ശേഷം എന്തെങ്കിലും മരുണ്ടായിട്ടുണ്ട്. സ്റ്റൈലായിട്ട് ഞാൻ എല്ലാം ഏറ്റവും എന്ന് പറഞ്ഞ ആളാ. എനിക്കതല്ല പേടി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ പരടിക്ക് വെക്കേ. അങ്ങനത്തെ ഒരു ചെറ്റ സ്വഭാവം. കരാട്ടയും കളിയൊക്കെ പഠിച്ചിട്ടുള്ള പോരാത്തിന് ഭദ്രയാളുടെ സ്വഭാവം എല്ലാവർക്കും കിട്ടും. എവിടെയാണ് നിന്റെ കുഞ്ഞേട്ടൻ? വളവ് ഇപ്പൊ പറഞ്ഞടാ. എൻ്റെ ചീർപ്പ് ഇവിടെ ഇവിടെ കണ്ട് കളഞ്ഞു. എന്താണ്ടായ ചേച്ചിനെ കണ്ടില്ലേ? കണ്ടാ കണ്ട് ഇവിടെ തന്നെ പോയുള്ളത്. ഞാൻ ഇവിടെ ചീരണ്ട കിടന്നോട് ഞാനും പോയി കിട്ടുന്നു. ഇതൊന്നും അല്ലല്ലോ. നീ അവളെ കാണുമ്പോൾ ഇങ്ങനെ ചമ്മി പേടിച്ചിറക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പെണ്ണിന്റെ മുന്നിലേ നാണും മാനം പമ്പ കിടത്തണോനാണ്. അതേ നീ മിണ്ടരുത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മാനാ. നീ ഒരൊറ്റ ആളുകാരില്ലാണ്ടായത്. അല്ലടാ ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാവാൻ എന്താ കാരണം? പെണ്ണിന്റെ അമ്മേനെ ഇഷ്ടമാണ്, അതല്ല പതിവ്. ഞാൻ പെണ്ണ് കാണാൻ പോയ പെൺകുട്ടിയുടെ വീട്ടിലെ വയസ്സ് കുറച്ച് പറഞ്ഞ 1-2 12 വയസ്സാ. വയസ്സ് കുറച്ച് പറഞ്ഞതല്ലടാ പ്രശ്നമായത്. അവരത് കയ്യോടെ പിടിച്ചു, അതാ പ്രശ്നമായത്. എനിക്ക് ടെൻഷനായിട്ടും പാടില്ലടാ. ഞാൻ എങ്ങനെയൊരു മൂത്തോക്ക കണ്ട ഇവന്റെ ഈ ഒടുക്കത്തെ മുടിയിരൽ കാരനാണ് പോക്കറ്റ് കിടക്കുന്ന ലൈസൻസ് അവിടെ വീട്ടിൽ വീണത്. ഞങ്ങൾ പോന്നതിന് ശേഷം അതാണെങ്കിൽ അവിടുത്തെ പഠിപ്പിച്ച അനിയൻ്റെ കയ്യിൽ കിട്ടി. അതിൽ ഞാൻ പറഞ്ഞ വയസ്സും ലൈസൻസിലെ വയസ്സും തമ്മിൽ കണക്കൂട്ടി വെക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ആണ്. ഇതാണെങ്കിൽ ആ ചെക്കൻ കണക്കൂട്ടി അവളുടെ അച്ഛൻ്റെയിലും കൊണ്ടുകൊടുത്തു. അച്ഛൻ അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു, അമ്മ അമ്മാമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു, അമ്മാമ്മ കയറിയിട്ട് അച്ചാച്ചൻ്റെയിലും കൊണ്ടുകൊടുത്തു. ഇപ്പം ലൈസൻസ് സേഫായിട്ട് അവളെ കയ്യിലിരിക്കുന്നുണ്ട്. ഇവനെ കണ്ടിട്ടേ 2 പറഞ്ഞു കൊടുക്കുന്ന പറയണു ആ കുട്ടി. ലൈസൻസേ എൻ്റെ കത്തിക്കല് കഴിഞ്ഞില്ലടാ. ഇനി എന്താ ചെയ്യടാ? നീ വിഷമിക്കണ്ടാ. അത് നിന്റെ ബ്രദറിൻ്റെ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ട്വിൻസാന്ന് പറ. പെട്ടെന്ന് തിരക്കില് മറ്റോൻ്റെ ലൈസൻസ് തെറ്റിയെടുത്താന്ന് പറഞ്ഞാൽ മതി.
എന്ത് പൊട്ടത്തിറക്കണ നീ പറയുന്നേ? കല്യാണത്തിന് ടിൻസിലെ മറ്റവനെ കണ്ടില്ലെങ്കിൽ പ്രശ്നമാവില്ലടാ. ഇത് രണ്ടെണ്ണത്തിൻ്റെ വിടൽ വിട്ടണ്ടല്ല കോച്ചറയില്. ഞാൻ നാളെ എന്തായാലേ അപ്പം കിട്ടാൻ പോവാ. കൊല്ലൊന്നുമില്ല ഇപ്പൊ നാണെങ്കിൽ ഇറങ്ങി കേട്ടാ. ചെറുത് വെച്ചാ നീ ഉള്ള ചെറുതടിക്കടാ, ഞാൻ ചെറുതടിക്കാം. കുസൃതി പെണ്ണാളെ നിൻ കുസൃതി ചിരിയാലേ, കുസൃതി പെണ്ണാളെ നിൻ കുസൃതി ചിരിയാലേ, എന്നെഞ്ചാകെ നിറഞ്ഞു കവിഞ്ഞോളെ, പുതുവർണ്ണങ്ങൾ ചാർത്തിയണിഞ്ഞോളെ. നിന്നെ ഒന്നിങ്ങനെ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. ചതി വഞ്ചന തരികിട ഒരു ഉടായ്പായിട്ട് ഇറങ്ങിയിരിക്കുക. ഈ മുഖം എല്ലാവരും നോക്കി വെച്ചോട്ടാ. ഭൂലോക ചതിയനാ. പ്രായം കുറച്ച് പറഞ്ഞ് പെണ്ണ് കിട്ടാൻ വന്നിരിക്കാം. ശ്രുതി പെണ്ണാളെ നിന്റെ ശ്രുതി ചിരിയാലേ, ശ്രുതി നിന്റെ മറ്റോളെ കണ്ടിട്ട് കുറച്ച് ഇതായില്ല. അവളെ വല്ല വിവരമുണ്ട്? പെണ്ണ് കാണാൻ പോയപ്പോ അവളൊരാഴ്ചക്കുള്ളിൽ ഛർദ്ദിപ്പിക്കുന്നു പറഞ്ഞാണ്. എന്താ അവളാടാ? അവള് ശരിക്കും നിന്നെ കണ്ടിട്ട് ഛർദ്ദിച്ചാണ്. എന്റെ തൊള്ളായിരിക്കും കേക്കണ്ടട്ടാ. അവള അഹങ്കാരം കണ്ടാലേ വയറ്റി കിടന്ന് ബിരിയാണിയാന്ന് വിചാരം. കഞ്ഞി. ഞാനൊരു കാര്യം പറയട്ടെ. അവള് നിന്റെ തൊള്ളേക്ക് ഛർദ്ദിച്ച നിലയ്ക്ക് നീ ആ സെന്റിമെന്റ്സ് വർക്ക് ട്രാക്ക് മാറ്റി പിടിക്ക്. എങ്ങനെയെന്ന്? എടാ, ഈ മാനാഭിമാനമില്ലാത്തവർക്ക് പറ്റിയൊരു പണിയുണ്ട്, അറിയോ? നീയാണെങ്കിൽ ഇപ്പൊ അതിൽ മുങ്ങി കുളിച്ച് നിൽക്കുക. എന്തുട്ട് പണി? എടാ, പ്രേമം. കോച്ചറായി ഞാനാ അവളെ. അവിടെ ഒരാൾ പുഷ്പിച്ചേക്ക് നോക്കിയേ. അയ്യേ, ഇത് മറ്റേതാട്ടാ. എന്തൊട്ട്? പ്രേമം പ്രാക്കാട്ടാ. നീ മൂത്തിക്ക് നോക്കി ചിരി വരുത്. പ്രേമം മൂത്തെറിച്ച് വേഷം കിട്ടിയ അവശനായി നിൽക്കുക. പാവാൻ തോന്നുന്നു. നീ എൻ്റെ മേത്തേക്ക് ഛർദ്ദിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്റെ വീട്ടിൽ സെപ്റ്റിക് ടാങ്ക് വരാൻ വന്ന ചേട്ടൻ അതിൽ വീടുണ്ടായി എന്ന് വെച്ച് ഞാൻ അയാളെ പ്രേമിക്കണം. രണ്ടാളും കൂടി അമ്പലത്തിൽ പോയിട്ട് വരുമല്ലേ? കണ്ടിട്ട് എന്താ തോന്നണേ? മിനിക്കുട്ടിനെ കണ്ട ആകെ ഒരൊറ്റ കാര്യമില്ല തോന്നാണ്. എന്തുട്ട്? പ്രേമം. അതിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കല്ലേ. തന്റെ തോന്നലേ മെന്റലാ. അതേ, എന്തുവേലും പറഞ്ഞോ, നിനക്ക് മെന്റലാദ്യം നേരം വേണ്ടട്ടാ. നീ ആ വളവെത്തണേൻ്റെ ഉള്ളിൽ എന്നെ ഇഷ്ടമല്ലെങ്കിൽ നീ തിരിഞ്ഞു നോക്കും. അയ്യേ, അയാളവനാദ്യം എന്താ പറഞ്ഞേ? ഇഷ്ടമാണെങ്കിൽ തിരിഞ്ഞു നോക്കണമെന്നാണ്. കൺഫ്യൂഷനായി. ഒന്നും കൂടി ചോദിച്ചാലോ? പോടി അവിടെ. ഓ അമ്മേ, 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 ഇവിടെ പോയി എടുക്കണേ. ഞാൻ അമ്പലത്തിൽ പോകട്ടെ. ജുബില്ലേ അതിന്റെ പോക്കറ്റില്ലേ ആ നീല വട്ട ചെറുപ്പുണ്ടോ നോക്കിയേ. ഒരു സാധനം വെച്ചാ വെച്ചോട് കാണൂല. കരണ്ട പോയി കിട്ടില്ലേ? സന്തോഷായി. അബിയെ, പാപ്പിയുടെ വീട്ടിൽ കറണ്ട് ഉണ്ടോ നോക്കിയേ. എങ്കി അവനോട് കുറച്ച് സൗണ്ട് കുറച്ച് വെക്കാൻ പറയ്. പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, അവന് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി വെക്കണതാ.
കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്